സൈഫു ടെക്കി വ്ലോഗ്സിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി തന്നെയാണ്. അതെന്നുവെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇന്ന് നമുക്ക് എൻ്റെ DTH രംഗത്ത് ഞാൻ ഡിഷുമായിട്ടൊക്കെ TV ആയിട്ട് ബന്ധപ്പെട്ട ഒരു 10-15 വർഷത്തിന് മേളിലായി ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി, ഏകദേശം ഒരു 5 വർഷത്തോളമായി നമ്മൾ നെറ്റിന്റെ ഉപയോഗം തുടങ്ങിയിട്ട്. നെറ്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു 1/2 GB, 1 GB, 2 GB അങ്ങനെ ഉപയോഗിച്ച് വന്നിട്ട് ഇപ്പൊ നമുക്ക് നെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാതായിട്ടുണ്ട്. അതുപോലെ വീട്ടിലേക്കാണേലും പഠന ആവശ്യങ്ങൾക്കായാലും ഒരു വാട്സപ്പ് മറ്റുള്ള എന്ത് കാര്യത്തിലും ഒരു വീട്ടിലേക്കായാലും നമുക്കിപ്പോൾ നെറ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാതെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനുമായിട്ട് ഏത് വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ ഡിഷ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും, ഇതിനകത്ത് നമുക്ക് ചാനൽ മാത്രമേ കിട്ടുള്ളൂ, നെറ്റും കൂടെ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ടോ? അപ്പൊ നമ്മൾ പറയാം അത് കമ്പനി അതിന്റെ പുറകിലാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും വരുന്നു. ഇനിയിപ്പോ വന്നുകൊണ്ടിരിക്കുക, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് വന്നു കഴിഞ്ഞു, എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് എയർടെൽ DTHും എയർടെൽ ഫൈബർ ആണ്. അത് വൈഫൈ ആണ്, അൺലിമിറ്റഡ് ഫ്രീ ആണ്. അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനിപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. റേറ്റ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്കിത് എടുക്കാൻ ആവശ്യമായ തുക എന്ന് പറയുമ്പോൾ 3300 രൂപ. 3300 രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമായിട്ട് വരുന്നത്. 3300 രൂപ അടയ്ക്കുന്ന സമയത്ത് നമുക്കത് നഷ്ടങ്ങൾ വരുന്നില്ല. അവിടെ 3300 രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് 4.5 മാസം, നമുക്ക് 4.5 മാസത്തോളം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. 4.5 മാസം ഫ്രീ എന്ന് പറയുമ്പോൾ അതിന്റെ 2 പാക്കേജുകൾ വരുന്നുണ്ട്. 599 രൂപയാണ് സ്റ്റാർട്ടിംഗ് പാക്കേജ്. 599 രൂപ പ്ലസ് GST. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പാക്കേജ് വരുന്നത് 899 രൂപ പ്ലസ് GST. അപ്പൊ നമുക്ക് 599 രൂപ പ്ലസ് GST ഉള്ള പാക്കേജ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ 3300 രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് 4.5 മാസം, ടോട്ടൽ 4.5 മാസം നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. ഈ 4.5 മാസം നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. പിന്നെ അതിനകത്ത് ഈ 599ന്റെയും 899ന്റെയും തമ്മിലൊരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 599ന്റെ പ്ലാനിൽ നമുക്ക് അൺലിമിറ്റഡ് നെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിലും MBPS അതിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 30 MBPS ആണ് സ്പീഡ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ 899ന്റെ പ്ലാൻ ആണെങ്കിൽ 100 MBPS ആണ് നമുക്ക് സ്പീഡ് വരുന്നത്. അതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അത് മാത്രമാണ് വ്യത്യാസത്തിലാണ് എമൗണ്ട് വ്യത്യാസം വരുന്നത്. അപ്പൊ നമുക്കിപ്പോ നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന നെറ്റിനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് 599 പ്ലാൻ. നോർമൽ പാക്കേജ് ആണ്. അതിൽ നമുക്ക് ഈ നെറ്റ് മാത്രമല്ല കിട്ടുന്നത്, 324 രൂപയുടെ HD പാക്കേജ് എന്നുവെച്ചാൽ അതൊരു പാക്കേജ് അൾട്ടിമേറ്റ് HD എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് HD പാക്കേജ് ആണ്. DTH രംഗത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. 25 ചാനൽ HD ചാനൽ ഉണ്ട്. മറ്റു OTT പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നെറ്റല്ല എന്ത് വേണേലും യൂസ് ചെയ്യാം. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈ ഡിവൈസിൽ നമുക്കൊരു 8 കണക്ഷൻ, ഒരു ടോട്ടലി നമുക്കൊരു 8 കണക്ഷൻ വരെ ഈ ഡിവൈസിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ വീട്ടിൽ 8 പേരുണ്ടെങ്കിലും 8 പേർക്ക് ഒരേ ടൈമിൽ ഒരേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വൈഫൈ ആണ് എയർടെലിന്റെ വൈഫൈ. എയർടെൽ ഫൈബർ ആണ്. പിന്നെ അതിന്റെ പിന്നീട് പ്രത്യേകം ഇപ്പൊ 4.5 മാസം നമുക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു. ഈ 4.5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് 599 പ്ലസ് GST ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് തിരഞ്ഞെടുക്കാം. ആ പാക്കേജ് നമ്മൾ റീചാർജ് ചെയ്താൽ മതി. പിന്നെ അതിനൊരു മറ്റൊരു പ്രത്യേകത ഉണ്ട്, അടിപൊളി ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ മൊബൈലിന്റെ റേഞ്ചിനെ കുറിച്ച് നമുക്കറിയാം. മൊബൈലിന്റെ റേഞ്ച് നമുക്ക് എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമുക്കിപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് വീടിന്റെ ചിലപ്പം താഴത്തെ 2 നിലയുള്ള വീടാണെങ്കിലും അല്ലെങ്കിൽ റേഞ്ച് കുറഞ്ഞ ഏരിയ ആണെങ്കിൽ നമുക്ക് എന്താവും, നമുക്ക് റേഞ്ച് കുറവായിരിക്കും. നമ്മൾ ചിലപ്പോൾ മുമ്പിൽ വീടിന്റെ സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ടെറസിന് മുകളിൽ കയറി നിൽക്കേണ്ടി വരും. ഇത് നമുക്ക് എവിടെയാണോ ഇത് 5G നെറ്റ്വർക്ക് കിട്ടുന്ന ഏരിയ എവിടെയാണോ, അപ്പൊ നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലാണ് കിട്ടുന്നതെങ്കിൽ ആ സിറ്റ് ഔട്ടിൽ നമ്മൾ ആന്റിന സെറ്റ് ചെയ്തുകൊണ്ട് വീടിന്റെ അകത്തേക്ക് ഇത് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വീടിന്റെ അകത്തോ നമുക്ക് ആ പരിസരം മൊത്തം യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആണ് ഇതുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് വീടിന്റെ മേളിലാണ്, വീടിന്റെ മേളിൽ വെച്ചാൽ അപ്സ്റ്റെയറിലാണ് നമുക്ക് ഈ സംഭവം കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വീടിന്റെ മേളിൽ നമുക്ക് 20 മീറ്റർ നീളത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് അതിന്റെ ആന്റിന ഫ്രീ ആയിട്ട് കേബിൾ ഇട്ട് സെറ്റ് ചെയ്ത് അവർ തരും. 20 മീറ്റർ നീളം. അപ്പൊ നമുക്ക് 2 നില 3 നില എത്ര ആയിക്കോട്ടെ, അതിന്റെ ഏറ്റവും മുകളിലാണ് നല്ല നെറ്റ്വർക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് ആന്റിന വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും അടിയിലെ നില വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഫൈ കാണാനുള്ള അടിപൊളിയായിട്ട് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും അടിപൊളിയാണ്, അത്രയും ഒരു സെറ്റപ്പാണ്. നമ്മള് എൻ്റെ ഒരു അനുഭവത്തില് ഈ ഒരു സംഭവം വരാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു. ചില എല്ലാ ജനങ്ങളും ചോദിക്കുന്ന ഒരു സംഭവമാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ്. അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾ അധികം സമയം കളയേണ്ട, നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇത് നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ യുവർ കറണ്ട് ലൊക്കേഷൻ അയച്ചു തന്നാൽ
കോൺടാക്ട് നമ്പർ വാട്സപ്പിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണോ എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. അതിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ പിൻകോഡ് അടക്കമുള്ള അഡ്രസ്സ് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് അത് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതിന് വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി. ഓക്കെ, എല്ലാ അടിപൊളി ഒരു എയർടെൽ ഫൈബർ ദിന ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.